3 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ വലിയൊരു കർഷക സമരത്തിന് വേദിയായി. ആ സമയത്ത് ഗവൺമെൻറ് കൊണ്ടുവന്ന ചില കാർഷിക നിയമങ്ങൾക്കെതിരെയായിരുന്നു അത്രയും വലിയൊരു കർഷക സമരം ഇന്ത്യയിൽ നടന്നത് എന്ന് മാത്രമല്ല, ആ സമരത്തിൽ ആളുകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഗവൺമെൻറ് അംഗീകരിക്കുന്നു, ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിയമങ്ങൾ പിൻവലിക്കാൻ തയ്യാറാവുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ആ കർഷക സമരം അവസാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ വീണ്ടും വലിയൊരു കർഷക സമരത്തിന് വേദിയാവുകയാണ്. ഒരുപാട് ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു സംശയം, 3 വർഷങ്ങൾക്ക് മുൻപ് കർഷകരുടെ ആവശ്യങ്ങളൊക്കെ ഗവൺമെൻറ് അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്താവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കർഷകർ ഈ സമരം നടത്തുന്നത്? ഒരു വിഭാഗം ആളുകൾ പറയുന്നത് കർഷകർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഡിമാൻഡുകളെല്ലാം അനാവശ്യമായിട്ടുള്ള ഡിമാൻഡുകളാണ്, അല്ലെങ്കിൽ ഒരിക്കലും നടത്താൻ പറ്റാത്ത ഡിമാൻഡുകളാണ്, മറ്റ് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം നടക്കുന്നത് എന്നാണ്. എന്നാൽ മറ്റു ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് കർഷകർ ഈ സമരത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ്. സോ ആ ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ പരിശോധിക്കുന്നത്. നിലവിൽ ഇന്ത്യയിൽ നടക്കുന്ന കർഷക സമരത്തിൻ്റെ ഭാഗമായി കർഷകർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഡിമാൻഡുകൾ എന്തൊക്കെയാണ്? ഈ ഡിമാൻഡുകളിലൂടെ ഇന്ത്യൻ കാർഷിക മേഖലയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഈ ഒരു കർഷക സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുടെ ആരംഭം കഴിഞ്ഞ വർഷം ഡിസംബറിലാണെന്ന് നമുക്ക് കാണാം. 2023 ഡിസംബറിൽ ചില കാർഷിക സംഘടനകളുടെ പ്രതിനിധികൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് മുന്നിൽ 12 ആവശ്യങ്ങൾ സമർപ്പിക്കുകയാണ്. സോ ഇത്തരത്തിലുള്ള ഡിമാൻഡുകൾ ഗവൺമെൻറ്റിന് മുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചില റെപ്രസെൻറ്റേറ്റീവ്സും ഈ കർഷക സംഘടനകളുടെ റെപ്രസെൻറ്റേറ്റീവ്സും തമ്മിൽ ചില ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ഈ ഡിമാൻഡുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കർഷകർ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കിസാൻ മസ്ദൂർ മോർച്ച, അതുപോലെ സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ, ഈ 2 സംഘടനകളുടെ നേതൃത്വത്തിൽ പഞ്ചാബ് മേഖലയിൽ നിന്നുമുള്ള ഏകദേശം 250-ലധികം കർഷക യൂണിയനുകൾ ഇന്ത്യൻ പാർലമെൻറ്റിന് മുന്നിൽ ഒരു വലിയ പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഡൽഹി ചലോ എന്ന പേരിൽ പഞ്ചാബിൽ നിന്നും ഡൽഹിയിലേക്ക് വലിയൊരു മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ ഈ പ്രദേശങ്ങളിലുള്ള ഭരണ സംവിധാനങ്ങൾ ഇവരുടെ ഈ ഒരു മാർച്ചിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കർഷക സംഘടനകൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് മുന്നിൽ വെച്ചിട്ടുള്ള ആ 12 ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിലെ ആദ്യത്തെ 2 ഡിമാൻഡുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഡിമാൻഡുകളിൽ ഒന്നാമത്തെ ഡിമാൻഡിൽ പറയുന്നത് MSP സംവിധാനത്തെക്കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ എല്ലാ വിളകളും, പ്രധാനപ്പെട്ട എല്ലാ വിളകളും ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ MSP സംവിധാനത്തിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് കൊടുക്കണം. അതായത് ഒരു നിയമത്തിൻ്റെ കീഴിലേക്ക് മിനിമം സപ്പോർട്ട് സ്കീമിനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. ഇനി രണ്ടാമത്തെ ഡിമാൻഡിൽ പറയുന്നത് ഈ MSP സംവിധാനത്തിൻ്റെ കാൽക്കുലേഷനൊക്കെയായി ബന്ധപ്പെട്ടിട്ട് 2006 ഡോക്ടർ MS സ്വാമിനാഥൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ റിപ്പോർട്ടിൽ പറയും പ്രകാരം MSP കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. സോ ആദ്യത്തെ ഈ 2 പ്രധാനപ്പെട്ട ഡിമാൻഡുകളിലും ഇന്ത്യയിലെ MSP സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ MSP സിസ്റ്റം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1960കളുടെ മധ്യകാലഘട്ടത്തിലാണ്. അപ്പോൾ ആ ഒരു സമയത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ ഭൂരിഭാഗം ആളുകളും കൃഷിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളും കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഭക്ഷ്യക്ഷാമവും നേരിടുകയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു സംശയം വരികയാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്തിട്ടും ഇത്രയധികം ആളുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഇന്ത്യ പോലെ ഒരു രാജ്യം എന്തുകൊണ്ടാണ് ഒരു ഫുഡ് സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ഭക്ഷ്യക്ഷാമം നേരിടുന്നത്? അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിലനിന്നിരുന്ന കൃഷി രീതികൾ തന്നെയായിരുന്നു. നമ്മൾ പ്രധാനമായിട്ടും പിന്തുടരുന്നത് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃഷി രീതിയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലെ എല്ലാ ആളുകളും മാനുവൽ ലേബർ അല്ലെങ്കിൽ ഫിസിക്കൽ ലേബർ ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. വളരെ കാര്യമായിട്ട് കൃഷി സ്ഥലത്ത് പണിയെടുക്കുന്നു. പക്ഷേ അവർ കൃഷി ചെയ്തത് വലിയൊരു വിളവുണ്ടാക്കുന്നതിനോ ആ വിളകൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് ഒരു ഇൻകം കണ്ടെത്തുന്നതിനോ ഒന്നും വേണ്ടിയായിരുന്നില്ല. അവരുടെ സബ്സിസ്റ്റൻസിന് വേണ്ടിയിട്ടായിരുന്നു, അതായത് അവരുടെ അന്നന്നത്തെ അന്നം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാ ഇന്ത്യൻ ഫാമിലീസും കൃഷി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കാർഷിക മേഖലയിലെ മൊത്തം ഉൽപ്പാദനം വളരെ കുറവായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്ത്യ ഇതുപോലത്തെ ഭക്ഷ്യക്ഷാമങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു സമയത്ത് ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ പോലെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ കൃഷി സ്ഥലത്തേക്ക് നല്ല രീതിയിലുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നു. കർഷകർക്ക് ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ആയിട്ടുള്ള വിത്തുകളും വളങ്ങളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു വിളവ് കർഷകർക്ക് സാധ്യമായി മാറും. പക്ഷേ ഇങ്ങനെ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള കൃഷി ചെയ്യാൻ കർഷകർ മുന്നോട്ട് വരാത്തൊരവസ്ഥയുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം മുതൽ മുടക്കിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ളൊരു കൃഷി ചെയ്യാൻ കർഷകർക്ക് സാധിക്കുകയുള്ളൂ.
ഇങ്ങനെ കൃഷി ചെയ്ത് നല്ല വിളവുണ്ടായി കഴിഞ്ഞാൽ ഈ വിളവ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുമ്പോൾ ആ വിളയ്ക്ക് വില കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ വിളകൾക്ക് വില കിട്ടാതിരുന്നു കഴിഞ്ഞാൽ കർഷകർക്ക് അത് വലിയൊരു സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. സോ ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു റിസ്ക് ഉള്ളതുകൊണ്ട് കർഷകരൊന്നും നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് കർഷകരുടെ അടുത്ത് പറയുകയാണ്, ഒരു വിളയ്ക്ക് മാർക്കറ്റിലെ വില എന്തായാലും കുഴപ്പമില്ല, അതിന് നല്ല വിലയാണെങ്കിലും കുഴപ്പമില്ല, മോശം വിലയാണെങ്കിലും കുഴപ്പമില്ല, ആ വിളകൾക്ക് ഒരു മിനിമം വില കൊടുക്കാമെന്ന് ഗവൺമെൻറ് കർഷകർക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കുകയാണ്. സോ കർഷകർക്ക് ഇവിടെ ഒരു മോറൽ ബൂസ്റ്റ് കിട്ടുകയാണ്. അവർ കൃഷി ചെയ്ത് നല്ല വിളവുണ്ടായി കഴിഞ്ഞാൽ ആ വിളയ്ക്ക് ഒരു മിനിമം വില കിട്ടുമെന്നുള്ള ഉറപ്പ് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കർഷകർ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങുകയും അങ്ങനെ ഇന്ത്യയുടെ കാർഷിക മേഖലയിലെ ഉൽപ്പാദനം വളരെ നല്ല രീതിയിൽ വർദ്ധിക്കുകയും അത് പിന്നീട് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് തന്നെ കാരണമായി മാറുകയും അതേസമയം കൃഷി ചെയ്യുന്ന കർഷകർക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനം ലഭിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. സോ ഈ രീതിയിലാണ് ഇന്ത്യയിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ അതിൻ്റെ ചരിത്രം മനസ്സിലാക്കി ഇനി നമുക്ക് ഈ MSP സിസ്റ്റത്തിൻ്റെ സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള സൈഡ് കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. എങ്ങനെയാണ് ഗവൺമെൻറ് ഓരോ വിളകളുടെയും MSP അല്ലെങ്കിൽ താങ്ങുവില നിശ്ചയിക്കുന്നത്? നമ്മുടെ അഗ്രികൾച്ചർ മിനിസ്ട്രിക്ക് കീഴിലുള്ള ഒരു കമ്മിറ്റിയാണ് CACP, കമ്മിറ്റി ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് എന്നാണ് ഈ കമ്മിറ്റിയുടെ പേര്. അവരാണ് ഓരോ വിളകളുടെയും MSP നിശ്ചയിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് അവർ ചില കാൽക്കുലേഷൻസും ചില ഫോർമുലകളും യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഫോർമുലയാണ് A2 എന്ന് പറയുന്നത്. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിളവ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി കർഷകന് വരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചെലവുകളെയാണ് ഈ A2-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വിത്ത് വാങ്ങുന്നതിനും വളം വാങ്ങുന്നതിനും കീടനാശിനി വാങ്ങുന്നതിനും ഒക്കെ കർഷകൻ പണം ചെലവഴിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ ലീസിനെടുത്ത ഭൂമിയിലായിരിക്കും കർഷകൻ കൃഷി ചെയ്യുന്നത്, അതിന് റെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ലേബറേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ടാവും, അവർക്ക് ശമ്പളം കൊടുക്കേണ്ടതായിട്ട് വരും. മെഷീൻസ് വാടകയ്ക്ക് എടുക്കുന്നുണ്ടാവും, അതിന് റെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ പലതരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചെലവുകൾ വരുന്നുണ്ട്. ഈ ചെലവുകളെല്ലാമാണ് A2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഇക്വേഷനാണ് A2 + FL എന്ന് പറയുന്നത്. കർഷകന് വരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചെലവുകൾ കൂടാതെ ആ ഫാമിലിയുടെ അൺപെയ്ഡ് ലേബറിനെയും കൂടെ കൺസിഡർ ചെയ്യുകയാണ്. ഇന്ത്യയിലെ പല കുടുംബങ്ങളും ഒന്നിച്ചാണ് കൃഷിപ്പണി ചെയ്യുന്നത്. ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ കൃഷി ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന സേവനത്തിന് ഒരു വില കൽപ്പിക്കുന്നതിനെയാണ് ഈ അൺപെയ്ഡ് ഫാമിലി ലേബർ എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനെയും കൂടെ കൂട്ടുമ്പോഴാണ് A2 + FL എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫോർമുലയാണ് C2 എന്ന് പറയുന്നത്. ഇതിനെ കോംപ്രിഹെൻസീവ് കോസ്റ്റ് ഓഫ് ഫാമിംഗ് എന്ന് പറയാറുണ്ട്. അതായത് ഒരാൾ കൃഷി ചെയ്യുമ്പോൾ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത മറ്റ് ചില ചിലവുകളും കൂടെയുണ്ട്. ഇപ്പോൾ കൃഷിഭൂമി ആ കർഷകൻ്റെ സ്വന്തമാണ് എങ്കിൽ അവൻ ഉപയോഗിക്കുന്ന കൃഷിഭൂമിക്ക് ഒരു റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ മെഷീനറീസ് കർഷകൻ്റെ സ്വന്തമാണെങ്കിൽ അതിനൊരു റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർഷകൻ്റെ ഫിക്സഡ് ക്യാപിറ്റലിന് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനെയാണ് ഈ C2 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ പറയുന്നത്. സോ ഇത്തരത്തിലുള്ള പല ഇക്വേഷനിലൂടെ ഒരു കർഷകനുണ്ടാകുന്ന ചെലവുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിലവിൽ നമ്മുടെ CACP ഇതിനകത്ത് A2 + FL എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് കർഷകൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചെലവുകളും അൺപെയ്ഡ് ഫാമിലി ലേബറും എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന തുകയുടെ 1.5 ഇരട്ടിയാണ് ഓരോ വിളയുടെയും MSP ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു കർഷകൻ നെല്ലാണ് കൃഷി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ നെല്ല്, അതിനകത്ത് 1 ക്വിൻ്റൽ നെല്ല് കൃഷി ചെയ്യുന്നതിന് വേണ്ടി അടിസ്ഥാനപരമായിട്ടുള്ള ചെലവുകളും അൺപെയ്ഡ് ഫാമിലി ലേബറും കൂടെ ചേർത്തിട്ട് 1000 രൂപ അദ്ദേഹത്തിന് ചിലവ് വരുന്നുണ്ടെങ്കിൽ 1500 രൂപ 1 ക്വിൻ്റൽ നെല്ലിൻ്റെ MSP ആയിട്ട് ഗവൺമെൻറ് ഫിക്സ് ചെയ്യും. സോ CACP ഇതുപോലെ ഫിക്സ് ചെയ്ത തുകകൾ ഗവൺമെൻറ്റിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി ഈ തുകകൾ അപ്രൂവ് ചെയ്യുമ്പോഴാണ് ഓരോ വിളയുടെയും MSP ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു വിളയുടെ MSP ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാലാകാലത്തേക്ക് അങ്ങനെ നിൽക്കുകയില്ല. ഓരോ സോയിങ് സീസണും, അതായത് വിത്ത് വിതയ്ക്കുന്ന സീസണിന് മുന്നേ ഓരോ വിളയുടെയും MSP ഗവൺമെൻറ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 1970-71 കാലഘട്ടത്തിൽ 1 ക്വിൻ്റൽ അരിയുടെ MSP എന്ന് പറയുന്നത് 56 രൂപയും 1 ക്വിൻ്റൽ ഗോതമ്പിൻ്റെ MSP 71 രൂപയുമായിരുന്നു. ഇപ്പോൾ 2020-21 കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 1 ക്വിൻ്റൽ അരിയുടെ MSP 1868 രൂപയും 1 ക്വിൻ്റൽ ഗോതമ്പിൻ്റെ MSP 1975 രൂപയുമായിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്തു വരുന്നത് നമുക്ക് കാണാം. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട വിളകളും ഈ MSP സംവിധാനത്തിൻ്റെ കീഴിലില്ല. 23 വിളകളാണ് ഇവിടെ ഉള്ളത് എന്ന് കാണാം. ടെക്നിക്കലി പറയുകയാണെങ്കിൽ 22 വിളകളും പിന്നെ ഷുഗർ കെയിനുമാണുള്ളത്. ഷുഗർ കെയിൻ്റെ കാര്യത്തിൽ അതിന് MSP എന്നല്ല പറയുന്നത്, FRP എന്നാണ്, ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസിംഗ് എന്നാണ്. സാങ്കേതികമായിട്ടുള്ള ചെറിയ ചില വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ FRP എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ MSP സമ്പ്രദായത്തിൻ്റെ കീഴിൽ 23 വിളകൾ വരുന്നുണ്ടെന്ന് കാണാം. അപ്പോൾ MSPയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കർഷക സമരത്തിൻ്റെ ഭാഗമായി കർഷകർ മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ 2 ഡിമാൻഡുകൾ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.
ഒന്നാമത്തെ ഡിമാൻഡിൽ പറയുന്നത് എല്ലാ വിളകളെയും MSPയുടെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നിലവിൽ 23 വിളകൾ മാത്രമേ ഉള്ളൂ. സോ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട വിളകളെയും ഇതുപോലെ MSPയുടെ കീഴിൽ കൊണ്ടുവന്ന് കർഷകർക്ക് ഒരു പ്രൈസ് ഗ്യാരണ്ടി കൊടുക്കണമെന്ന് പറയുന്നു. അതിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഈ MSP സമ്പ്രദായം ഒരു നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിങ് കൊടുക്കണം എന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയധികം വിളകൾക്കൊക്കെ ഗവൺമെൻറ് MSP പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അരിയുടെയും ഗോതമ്പിൻ്റെയും കാര്യത്തിൽ മാത്രമാണ് ഇത് കാര്യക്ഷമമായി നടക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ് കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഇത്തരം വിളകൾ പ്രൊക്യൂർ ചെയ്യുമ്പോഴാണ് അവർക്ക് MSP ലഭിക്കുന്നത്. നിലവിൽ ഇന്ത്യയിൽ അരിയുടെയും ഗോതമ്പിൻ്റെയും കാര്യത്തിൽ മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ പ്രൊക്യൂർമെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നുള്ളൂ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI വഴിയായിട്ടാണ് ഗവൺമെൻറ് ഈ പ്രൊക്യൂർമെൻറ്റ് നടത്തുന്നത്. ഇങ്ങനെ പ്രൊക്യൂർ ചെയ്യുന്ന അരിയും ഗോതമ്പും നമ്മുടെ പൊതുവിതരണ സംവിധാനത്തിലൂടെ ഗവൺമെൻറ് ജനങ്ങൾക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുകയും മറ്റൊരു ഭാഗം നമ്മുടെ ബഫർ സ്റ്റോക്ക് അല്ലെങ്കിൽ കരുതൽ ശേഖരമായിട്ട് കരുതി വയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അരിയുടെയും ഗോതമ്പിൻ്റെയും കാര്യത്തിൽ പ്രോപ്പറായിട്ട് ഈ MSP വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു സീസണിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മൊത്തം അരിയുടെയും 41% ഇത്തരത്തിൽ MSP വഴിയായിട്ട് ഗവൺമെൻറ് പ്രൊക്യൂർ ചെയ്യുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച മുഴുവൻ ഗോതമ്പിൻ്റെയും 24% MSP സിസ്റ്റത്തിലൂടെ ഗവൺമെൻറ് പ്രൊക്യൂർ ചെയ്യുന്നു. ഇവിടെ 3-ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന വിള മസ്റ്റാർഡ് ആണ് എന്ന് കാണാം. മസ്റ്റാർഡിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ വെറും 9% മാത്രമാണ് ഗവൺമെൻറ് MSP വഴിയായിട്ട് പ്രൊക്യൂർ ചെയ്തിരിക്കുന്നത്. 8ഓളം വിളകൾക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രൊക്യൂർമെൻറ്റ് നടത്തേണ്ടിയേ വന്നിട്ടില്ല. കാരണം അതിൻ്റെ മാർക്കറ്റ് റേറ്റ് MSP റേറ്റിനേക്കാൾ ഒരുപാട് മുകളിലായതുകൊണ്ട് MSPയെക്കുറിച്ച് ആരും ആലോചിക്കുന്നു പോലുമില്ല. പിന്നെ വന്നിട്ടുള്ള എല്ലാ വിളകളും MSP സമ്പ്രദായത്തിൻ്റെ കീഴിലുള്ള എല്ലാ വിളകളുടെയും മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 3%-ഓ അതിൽ താഴെയോ മാത്രമാണ് MSP സിസ്റ്റത്തിലൂടെ ഗവൺമെൻറ് പ്രൊക്യൂർ ചെയ്തിരിക്കുന്നത്. സോ അത്തരം വിളകളെല്ലാം ഈ MSP സിസ്റ്റത്തിൻ്റെ ഒരു ബെനിഫിറ്റ് കർഷകർക്ക് കിട്ടുന്നില്ല. ഇത് അരിയിലേക്കും ഗോതമ്പിലേക്കും മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. സോ ഇതൊരു നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ വിളകൾക്കും, ഈ MSP സിസ്റ്റത്തിൻ്റെ കീഴിലുള്ള എല്ലാ വിളകൾക്കും MSP കർഷകന് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട ചുമതല ഗവൺമെൻറ്റിന് വരികയും മറ്റൊരാളും MSP റേറ്റിൽ ഇത് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് ഈ വിളകളെല്ലാം നേരിട്ട് പർച്ചേസ് ചെയ്ത് കർഷകന് പൈസ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ കടന്നു വരും. സോ അത്തരത്തിലൊരു സിറ്റുവേഷൻ വരാം, അല്ലെങ്കിൽ എല്ലാവരും MSPയുടെ ഗുണഭോക്താക്കൾ, എല്ലാ വിളകളും എല്ലാ കർഷകരും ഗുണഭോക്താക്കളാകുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഒരു നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഡിമാൻഡിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇനി കർഷകർ മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ ഡിമാൻഡ് ഇതിൻ്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. 2004 ഇന്ത്യൻ ഗവൺമെൻറ് നാഷണൽ കമ്മീഷൻ ഫോർ ഫാർമേഴ്സ് എന്ന പേരിൽ ഡോക്ടർ MS സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. 2006 അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ പറയുന്നത്, നിലവിൽ ഈ A2+FL എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് MSP കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം C2 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് MSP കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് MSP റേറ്റ് കുറച്ചുകൂടി ഉയർത്തണം. അപ്പോൾ C2 വരുന്ന ചിലവ് എത്രയാണോ അതിൻ്റെ 1.5 ഇരട്ടി MSP ആയിട്ട് ഫിക്സ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് അവിടെ കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി വാർത്തകളിൽ കാണുന്നുണ്ട്, ഡോക്ടർ MS സ്വാമിനാഥന് കാർഷിക മേഖലയിൽ അദ്ദേഹം നടത്തിയ സംഭാവനകളുടെ ഭാഗമായിട്ട് ഭാരതരത്നം കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു വ്യക്തി നടത്തിയിട്ടുള്ള ഇത്തരം നിർദ്ദേശങ്ങൾ സർക്കാർ പാലിക്കാൻ തയ്യാറാകണം എന്നുള്ളൊരു ഡിമാൻഡാണ് രണ്ടാമത്തെ ഡിമാൻഡായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഡിമാൻഡുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കുറേ അധികം ആളുകൾ ഇത് ആവശ്യമില്ലാത്തൊരു ഡിമാൻഡാണ്, നടപ്പിലാക്കാൻ പറ്റാത്തൊരു ഡിമാൻഡാണെന്ന് പറയുന്നത്. മറ്റ് ചില ആളുകൾ ഇത് നടപ്പിലാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഈ രണ്ട് ഡിമാൻഡുകൾ ഗവൺമെൻറ് നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ, അല്ലെങ്കിൽ ഇതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല വശമെന്ന് പറയുന്നത്, ഈ ഡിമാൻഡുകൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരുപാട് കർഷകർക്കും നല്ല രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതാണ്. കാരണം അവരുടെ വിളകൾക്കെല്ലാം നല്ലൊരു പ്രൈസ് കിട്ടുകയും അവർക്കൊരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഭൂരിഭാഗം കർഷകരും MSP കാര്യക്ഷമമായിട്ട് കിട്ടുന്ന അരിയിലേക്കും ഗോതമ്പിലേക്കും മാത്രമായിട്ട് അവരുടെ കൃഷി കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. മറ്റു പല വിളകളും അവഗണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ വിളകളും ഈ MSP സമ്പ്രദായത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയും അതിനെല്ലാം നിയമപരമായിട്ടുള്ളൊരു പരിരക്ഷ നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് കർഷകർ, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വിളകളിലേക്കും കർഷകർ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അത് നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് കുറച്ചുകൂടി സഹായമാവുകയും ചെയ്യും എന്നുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് പലരും മുന്നോട്ട് വെക്കുന്നു. ഇനി ഈ വിളകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ MSP സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്നത് ചില സംസ്ഥാനങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നൊരു പ്രശ്നവും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഗോതമ്പിൻ്റെയും 85% MSP ബെനിഫിറ്റ് കിട്ടുന്നത് മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന എന്നീ 3 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ്. ഇനി അരിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ അരിയുടെയും 76% MSP ബെനിഫിറ്റും പഞ്ചാബ്, തെലങ്കാന, ആന്ധ്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഹരിയാന എന്നീ 6 സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലെല്ലാം നല്ല രീതിയിൽ അരിയും ഗോതമ്പ് കൃഷി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു കോൺസെൻട്രേഷൻ വരുന്നത്. സോ
ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട വിളകളും MSPയിലേക്ക് വരികയും അതിന് സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ MSPയുടെ ഭാഗമായിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും സ്പ്രെഡ് ആവും എന്നുള്ളൊരു പോസിറ്റീവ് ബെനിഫിറ്റും ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇത്തരത്തിൽ ഒരുപാട് പോസിറ്റീവ് ബെനിഫിറ്റ്സ് ഉള്ള രണ്ട് കാര്യങ്ങളാണ് ഇവർ ഈ രണ്ട് ഡിമാൻഡുകളിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് ചില മോശം വശങ്ങളുമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് തന്നെയാണ്. ഇപ്പോൾ തന്നെ ചില കാൽക്കുലേഷൻസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് നിലവിലുള്ള 23 വിളകളും ഈ പറഞ്ഞിട്ടുള്ള ഒരു നിയമത്തിൻ്റെ കീഴിൽ, ഒരു MSP നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിളകളുടെ ഭൂരിഭാഗവും ഗവൺമെൻറ്റിന് നേരിട്ട് പ്രൊക്യൂർ ചെയ്യേണ്ടതായിട്ടും അതിൻ്റെ പണം ഗവൺമെൻറ്റിന് നേരിട്ട് കർഷകർക്ക് കൊടുക്കേണ്ടതായിട്ടും വരും. ഇതിൻ്റെ ഭാഗമായി ഏകദേശം 6 ലക്ഷം കോടി രൂപയുടെ ചിലവ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതൊരു ഭീമമായിട്ടുള്ള ചിലവ് തന്നെയാണ്. അത് ഗവൺമെൻറ്റിന് താങ്ങാൻ പറ്റാത്തൊരു ചിലവാണ്. സോ ഇന്ത്യയിലെ ഭൂരിഭാഗം വിളകളും ഇത്തരത്തിലുള്ള MSP സിസ്റ്റത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയും അതിനൊരു നിയമപരിരക്ഷ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു സാമ്പത്തിക ഭാരം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മുകളിലേക്ക് വരും. അതുപോലെ തന്നെ മറ്റൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നത് നിലവിൽ ഈ അരിയുടെയും ഗോതമ്പിൻ്റെയും കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴിയായിട്ട് ഗവൺമെൻറ് ഇത് പ്രൊക്യൂർ ചെയ്യുകയാണ് എന്ന്. പക്ഷേ ഇങ്ങനെ പ്രൊക്യൂർ ചെയ്യുന്നതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി നിലവിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനില്ല. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സ്റ്റോറേജ് ഫെസിലിറ്റിയുടെ 2 ഇരട്ടി ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പല ധാന്യങ്ങളും പലപ്പോഴും ഉപയോഗശൂന്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്തരത്തിലുള്ള ഒരു സ്റ്റോറേജ് ക്രൈസിസും ഇന്ത്യൻ ഗവൺമെൻറ് നേരിടേണ്ടതായിട്ട് വരും. ഇനി ഇവിടെയുള്ള മറ്റൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ MSP ബാക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർഷകരെല്ലാം ഈ MSP കിട്ടുന്ന വിളകളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും മറ്റ് വിളകൾ കൃഷി ചെയ്യാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വരും. അതിനാണ് കർഷകർ ആദ്യം തന്നെ പറഞ്ഞത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിളകളെല്ലാം MSP സമ്പ്രദായത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരണമെന്ന്. പക്ഷേ ഇന്ത്യയിലെ ഓരോ വിളയും ഈ MSP സമ്പ്രദായത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിന് അധിക നഷ്ടമായി മാറും എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇത്തരത്തിലുള്ള ഒരു ഡൈലമയിലേക്ക് ഗവൺമെൻറ് പോകുന്നത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് പറയുന്നു. ഇനി തന്നെ മറ്റൊരു നെഗറ്റീവ് സൈഡ് പറയുന്നത് ഇത് ഇന്ത്യയുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇൻഡസ്ട്രിയെ സാരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അരിക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തീരെ വില താഴേക്ക് പോവുകയാണ്. പല പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും 30 രൂപയോ 40 രൂപയൊക്കെയാണ് 1 കിലോ അരിയുടെ വില എന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ അരിയുടെ MSP 50 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രധാനമായിട്ടും അരി കിട്ടുന്നത് 50 രൂപയ്ക്കാണ് എന്നും കൂടി വിചാരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ അരി ഇതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ രാജ്യങ്ങളിലെ ലോക്കൽ മാർക്കറ്റിൽ 30 രൂപയ്ക്ക് 40 രൂപയ്ക്ക് അരി കിട്ടുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ അരി 50 രൂപയ്ക്ക് അവിടെ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ അത് ആരും വാങ്ങാത്തൊരവസ്ഥ വരികയും അത് നമ്മുടെ എക്സ്പോർട്ട് ഇൻഡസ്ട്രിയെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഇതിനൊരു മറുവശവുമുണ്ട്. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അരി ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ അരിക്ക് 50 രൂപയാണ്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അരി 30 രൂപയ്ക്ക് 40 രൂപയ്ക്കൊക്കെ ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളും അത് വാങ്ങാൻ നിർബന്ധിതരാകും. പക്ഷേ ഇവിടെ ഗവൺമെൻറ്റിന് ഇന്ത്യയിലെ അരിയെ സംരക്ഷിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യും? പുറത്തുനിന്ന് വരുന്ന അരിയുടെ മുകളിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി മുതലായ എക്സ്ട്രാ ഡ്യൂട്ടികൾ ചുമത്തി അതിൻ്റെ വില ഇന്ത്യൻ മാർക്കറ്റിലെ അരിയിനേക്കാൾ കൂടുതലാക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കും. പക്ഷേ ഇതൊരു ഡിസ്പ്യൂട്ടഡ് ട്രേഡ് പ്രാക്ടീസാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് പോലെയുള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള ട്രേഡ് പ്രാക്ടീസസിനെ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഇവരുടെയൊക്കെ സാങ്ഷൻസ് ഇന്ത്യയുടെ മുകളിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് നെഗറ്റീവ് സൈഡുകളും ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് കർഷകർ മുന്നോട്ട് വെച്ചിട്ടുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് നോക്കാം. അത് കർഷകരുടെ കടവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ കർഷകർക്ക് ഒരുപാട് കടമുണ്ട്. ഈ കടങ്ങളെല്ലാം ഗവൺമെൻറ് എഴുതി തള്ളണമെന്നാണ് മൂന്നാമത്തെ ഡിമാൻഡിൽ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കർഷകരുടെ കടബാധ്യതയുമായി ബന്ധപ്പെട്ടിട്ട് 2019 നബാർഡ് പുറത്തുവിട്ടിട്ടുള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഓരോ ഇന്ത്യൻ അഗ്രികൾച്ചർ ഫാമിലിയുടെയും ശരാശരി കടം 1 ലക്ഷം രൂപയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 2014 ഇന്ത്യൻ ബാങ്കുകളിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് എന്ന് പറയുന്നത് 9.5 ലക്ഷം കോടി രൂപയായിരുന്നു. അത് 2023 23.44 ലക്ഷം കോടി രൂപയായിട്ട് വർദ്ധിച്ചു. അതായത് കർഷകരുടെ കടം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു തുക ഇന്ത്യൻ ബാങ്കുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എഴുതി തള്ളണമെന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇന്ത്യയിലെ എഴുതിത്തള്ളുന്ന കടങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ലോകസഭയിൽ ഒരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. ആ ഒരു ചോദ്യത്തിന് ഇന്ത്യൻ ധനകാര്യ വകുപ്പിൻ്റെ സഹമന്ത്രി കൊടുത്തിട്ടുള്ള മറുപടിയിൽ ഒരു കാര്യം പ്രധാനമായിട്ട് പറയുന്നുണ്ട്. 2022-23 വർഷത്തിൽ ഇന്ത്യൻ ബാങ്കുകൾ എഴുതിത്തള്ളിയ ടോട്ടൽ കടത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 2.09 ലക്ഷം കോടി രൂപയാണ്. ഈ തുകയുടെ 52.3% ലാർജ് ഇൻഡസ്ട്രികളോ അല്ലെങ്കിൽ സർവീസ് സെക്ടറോ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കടമായിരുന്നു. അഗ്രികൾച്ചർ സെക്ടറുമായി ബന്ധപ്പെട്ടിട്ട് എഴുതി തള്ളിയ കടത്തിൻ്റെ അളവ് വളരെ കുറവായിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യൻ ബാങ്കുകൾ എഴുതി തള്ളിയ ടോട്ടൽ കടമെന്ന് പറയുന്നത് 10 ലക്ഷം കോടി രൂപയായിരുന്നു. ഈ 10 ലക്ഷം കോടിയിലും ഭൂരിഭാഗവും ലാർജ് ഇൻഡസ്ട്രിയൽ ഹൗസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കടങ്ങളാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെ എഴുതി തള്ളിയ കടത്തിലെ 2300-ലധികം കടങ്ങൾ 5 കോടി രൂപയ്ക്ക് മേലെയുള്ള വലിയ കടങ്ങളായിരുന്നു.
സോ ഇന്ത്യൻ ബാങ്കുകൾ ഇത്തരത്തിലുള്ള വലിയ വലിയ കടങ്ങൾ എഴുതി തള്ളുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് കർഷകരുടെ ചെറിയ കടങ്ങൾ കൂടി എഴുതി തള്ളിക്കൂടാ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതാണ് കർഷകർ ഉന്നയിക്കുന്ന മൂന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഡിമാൻഡുകളാണ് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് കർഷകർ മുന്നോട്ട് വെക്കുന്നത്. ഇതിനകത്തെ ഓരോ ഡിമാൻഡിനെ കുറിച്ചും വിശദീകരിച്ച് പറയാൻ സാധിക്കില്ല. മറ്റ് ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും പറയുന്നത് 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് ഓഫ് 2013 എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടപ്പിലാക്കണമെന്നാണ്. ആ ആക്ടിൽ പറയുന്നുണ്ട് ഈ കർഷകരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ ഭൂമി ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ അവരുടെ റിട്ടേൺ കൺസെൻറ്റ് കിട്ടണമെന്ന്, മാത്രമല്ല ആ ഭൂമിയുടെ രജിസ്ട്രേഷൻ പ്രൈസിൻ്റെ 4 മടങ്ങ് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നടപ്പിലാക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ കർഷക സമരത്തിൻ്റെ സമയത്ത് ലഖിംപൂർ ഖേരി എന്ന് പറഞ്ഞുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സോ അതിന് കാരണക്കാരായിട്ടുള്ള പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ഉറപ്പുവരുത്തണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ കർഷക സമരത്തിൻ്റെ സമയത്ത് പല കർഷകർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ആ കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി കൊടുക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. ഇനി അടുത്ത ഒരു ഡിമാൻഡ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസങ്ങൾ 100 ദിവസം എന്നുള്ളത് 200 ദിവസമായി വർദ്ധിപ്പിക്കണമെന്നും ഓരോ ദിവസത്തെയും കൂലി 700 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ ആക്ടിവിറ്റികൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുമുള്ള ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതോടൊപ്പം സുഗന്ധവ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്ന ആളുകളുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ സ്പൈസസ് എന്ന് പറഞ്ഞൊരു പുതിയ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറയുന്നു. കർഷകർക്കൊക്കെ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി അടുത്തിടെ ഇറങ്ങിയ ഒരു നിയമമാണ് ഇലക്ട്രിസിറ്റി അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2020 എന്ന് പറയുന്നത്. ആ നിയമം സ്ക്രാപ്പ് ചെയ്ത് കളയണമെന്ന് പറയുന്നു. അടുത്തൊരു ഡിമാൻഡ് ഇന്ത്യയിലെ എല്ലാ കർഷകർക്കും ഗവൺമെൻറ് പെൻഷൻ കൊടുക്കണമെന്നുള്ളൊരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ഇന്ത്യ WTO എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഘടനയിൽ നിന്നും പുറത്തു വരണമെന്നാണ്. ഇന്ത്യ ഇതിൻ്റെ ഭാഗമായി നിലവിൽ സൈൻ ചെയ്തിട്ടുള്ള എല്ലാ ട്രേഡ് എഗ്രിമെൻറ്റുകളെയും ഫ്രീസ് ചെയ്യണമെന്നും ഈ ഒരു ഡിമാൻഡിൻ്റെ ഭാഗമായിട്ട് പറയുന്നു. ഇതാണ് കർഷകർ ഈ സമരത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ള 12 ഡിമാൻഡുകൾ. സോ ഇതിൽ ചിലർ പറയുന്നത് പോലെ ഒരിക്കലും ഗവൺമെൻറ്റിന് നടപ്പിലാക്കാൻ കഴിയാത്ത ചില ഡിമാൻഡുകളുണ്ട്. ഇപ്പോൾ WTOയുമായി ബന്ധപ്പെട്ടുള്ള ഡിമാൻഡ് ഒരിക്കലും ഗവൺമെൻറ്റിന് നടപ്പിലാക്കാൻ സാധിക്കില്ല. എന്നാൽ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ പറ്റുന്ന ചില ഡിമാൻഡുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ഇങ്ങനെ 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ ഇതിനകത്തെ ഭൂരിഭാഗം ഡിമാൻഡുകളും ഗവൺമെൻറ്റിന് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റാത്തതോ എന്നാൽ ഗവൺമെൻറ്റിന് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള ചില ഡിമാൻഡുകളുണ്ട്. ആ ഡിമാൻഡുകളിൽ കൃത്യമായിട്ടുള്ള പഠനങ്ങളും ചർച്ചകളും നടത്തുകയും എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 50% ആളുകൾ ഇപ്പോഴും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് കാർഷിക മേഖലയിലെ ആളുകൾക്ക് ഗുണം വരുന്ന തീരുമാനങ്ങൾ ഗവൺമെൻറ് എടുക്കുന്നത് എപ്പോഴും നമ്മുടെ രാജ്യത്തിന് നല്ലത് തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയാം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നും ഇപ്പോഴത്തെ കർഷക സമരവുമായി ബന്ധപ്പെട്ടിട്ട് കർഷകർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡിമാൻഡുകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകൾക്കും ഒപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.